ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇന്ന് ഓട്ടമൊന്നുമില്ല, ഓട്ടം വളരെ കുറവാണ്. നമ്മളെ കാറ് പുറകെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ചെറിയൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിലാകുമ്പോൾ വീട്ടിലെ കുറച്ച് വീഡിയോസൊക്കെ ഇടാമല്ലോ. അപ്പോൾ നമ്മുടെ കാറ് കണ്ടല്ലോ അല്ലേ, കാറ് നല്ല കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഓട്ടം വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക. തിരുവനന്തപുരത്താണ് കേട്ടോ. നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നുണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ പത്രാവട എന്നൊക്കെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഉടുപ്പി മംഗലാപുരം ഭാഗത്തൊക്കെ ഉള്ളൊരു സ്നാക്സാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ചേമ്പല കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. കുറച്ച് വള്ളിയും പളപ്പൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ കൃഷിയാണ് കേട്ടോ, വാഴ. നമ്മളെ വീട്ടിൽ ഒന്നുമില്ല, പക്ഷേ അപ്പുറത്തെ വീട്ടിലെല്ലാം ഒരുപാട് മരങ്ങളും വാഴക്കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് വീട്ടിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു കായാണ് കേട്ടോ, വലിയ നാരങ്ങ. അതാണ് സംഭവം. അത് പക്ഷേ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നമ്മൾ ഒരിക്കലെടുത്ത് നോക്കി. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. സ്വന്തം വീടൊന്നുമല്ല, വാടകയ്ക്കാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ ചേമ്പല ഇതിപ്പുണ്ട്. അത് പറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് വൃത്തിയുള്ള, അതായത് ചില ചേമ്പ് ശ്രദ്ധിക്കണം. ചിലപ്പം ചൊറിയുന്ന ചേമ്പുണ്ട്, ചൊറിയുന്ന ചേമ്പലൊക്കെ ഉണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മുടെ പുറകിൽ ചേമ്പലയുണ്ട്. ഇതാണ് കേട്ടോ, ഇത് നല്ല ചേമ്പലയാണ്. ഇത് കഴുകി എടുക്കണം. ഈ ചേമ്പലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നേരത്തെ കുറച്ച് ഐറ്റംസ് വെട്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു ഇല കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റിയാണ്. ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കില്ല. അപ്പോൾ വീട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. നമ്മളെപ്പം ഓട്ടം വന്നാലും പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും ഓട്ടം കുറവെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ മാസം അത്യാവശ്യം നമ്മുടെ കാര്യത്തിനുള്ള ഓട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്, എങ്കിലും വളരെ കുറവാണ് കേട്ടോ. വീട്ടിൻ്റെ അകത്ത് പോയിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചേമ്പലാണ്. അപ്പോൾ അതിൻ്റെ തണ്ടെല്ലാം വെട്ടിയിട്ട് ഈ ഒരു ചെറിയ വരയില്ല, അതെല്ലാം വെട്ടി കറക്റ്റായിട്ട് എടുക്കണം. അതിൻ്റെ മെയിൻ തണ്ടൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റണം. പിന്നെ കഴുകണം. ഇത് വെട്ടിയിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട്. അതേപോലെ തണ്ടൊക്കെ മുറിച്ച് അങ്ങനെ എടുക്കേണ്ട. ഈ ഭാഗങ്ങളൊന്നും പാടില്ല, നമുക്ക് ഇല മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് പണിപ്പെട്ടാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ കീറി എടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ ഇതേപോലെ ആക്കണം. അതായത് തണ്ടിൽ നിന്ന് കംപ്ലീറ്റ് ഇല മാറണം. കഴുകി റെഡിയാക്കി എടുക്കണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേമ്പല വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിനുള്ളിൽ ഇട്ടേക്കാണ് കേട്ടോ. ഈ വെള്ളത്തിൽ ഒരുപാട് സമയം കിടക്കണം, എങ്കിലേ ഇതിലുള്ള അഴുക്കെല്ലാം പോകത്തുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ആ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഉച്ച സമയമായി. അപ്പോൾ വീട്ടിലായതുകൊണ്ട് വീട്ടിലെ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പരാതിയില്ലേ, വീട്ടിൽ ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാനുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. കറി ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വത്തക്കുഴമ്പാണ് കേട്ടോ. വറ്റക്കുഴമ്പെന്ന് പറയും, വത്തക്കുഴമ്പെന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ സ്പെഷ്യൽ വത്തക്കുഴമ്പ്. ഞാനങ്ങനെ അധികം കഴിക്കാറില്ല, എങ്കിലും ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കുകയാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ പോകണമെന്നാണ് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് വേറെ കറിയൊന്നും ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി കാണും. അപ്പം ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, ഞാൻ വീഡിയോ എടുക്കാൻ പുറത്ത് പോയില്ല. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിഷും കൂടെ ഉണ്ടാക്കണമുണ്ട്. വീട്ടിൽ നിന്നതേ ഉള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലത്ത് പോകാൻ കുറച്ച് പാടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ തന്നെയാണ് ചോറ്. അപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കറി ഇതാണ്. അപ്പോൾ എങ്ങനെയുള്ള ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇന്ന് ചോറ്, പിന്നെ ഇതെന്താ പറയാ, എന്താ തോരൻ, വള്ളിപ്പയർ തോരനുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു വിഴുക്കുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള. ഇത് സുജ കഴിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളമ്പയാണ്. ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീട്രൂട്ട് വിഴുക്കുണ്ട്. പിന്നെ ഇഞ്ചിക്കറി ഉണ്ട്, കുറച്ച് മധുരമുള്ള ഇഞ്ചിക്കറിയാണ്. പിന്നെ വള്ളിപ്പയർ തോരൻ, അതിൻ്റെ കൂടെ തൈരും കൂടെ ഉണ്ട്. തൈര് എന്നും വീട്ടിൽ കാണും കേട്ടോ. അപ്പം അത്തക്കുഴമ്പൊന്ന് കഴിച്ചു നോക്കട്ടെ. സുലേഖ അരിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. പണ്ട് മുതലേ കഴിക്കുന്ന അരിയാണ്. അത് അത്തക്കുഴമ്പ് നിങ്ങളെ വീട്ടിൽ വയ്ക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. മതി 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 മതി. ഇപ്പോൾ കുറച്ച് തൈരും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങ് മാറും. ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കുറച്ചും കൂടെ തൈര് ഒഴിച്ചാൽ. തൈര് വീട്ടിൽ
എപ്പോഴും കാണും കേട്ടോ. കുറച്ച് ഉപ്പ്. അപ്പോൾ ഈ കറി കൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടെ ഇടുന്നത്. അല്ലെങ്കിൽ സാമ്പാറൊക്കെ ആയിരുന്നെങ്കിൽ ഉപ്പ് ഇടത്തില്ല, തൈര് ഉപ്പിടാതാണ് കഴിക്കുന്നത്. തൈര് കഴിച്ചോട്ടെ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡാണ് ചോറ്, വത്തക്കുഴമ്പ്, തൈര്, പിന്നെ കുറച്ച് വള്ളിപ്പയറും കൂടെ ഇതിലിങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും കഴിക്കുകയാണ്. കൊള്ളാം. തൈരും വത്തക്കുഴമ്പും എല്ലാം കൂടെ മിക്സ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും വറ്റക്കുഴമ്പ് കാണാറുള്ളത്. പക്ഷേ അവിടുത്തെ വറ്റക്കുഴമ്പ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് മിക്കവാറും എല്ലാ സദ്യയിലൂടെയും വത്തക്കുഴമ്പ് ഒരു വിളമ്പും. വെജിറ്റേറിയൻ സദ്യയിലൂടെയാണ് കേട്ടോ വത്തക്കുഴമ്പ് ഒരു വിളമ്പുന്നത്. നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്നത് വേറൊരു സ്റ്റൈലിലാണ്. വീട്ടിൽ വത്തക്കുഴമ്പ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിലിടാം. വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ സുജിക്ക് അവിടെ ചമ്പാവരി ചോറാണ്. എനിക്ക് പണ്ട് മുതലേ സുലേഖയുടെ ചോറാണ് ഇഷ്ടം കേട്ടോ. സുലേഖയുടെ അല്ല, സുലേഖാരി ചോറാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലേഖ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണ് വത്തക്കുഴമ്പായിട്ടാണ്. നല്ല രുചിയാണ് കേട്ടോ. തൈരും കൂടെ ചേർത്ത് കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ മിക്കവാറും നമ്മളിവിടെ 2 തോരൻ കാണും. പിന്നെ ഇഞ്ചിക്കറി സ്പെഷ്യലാണ്, മധുരമുള്ള ഇഞ്ചിക്കറിയാണത്. അപ്പോൾ ഇഞ്ചിക്കറിയും വത്തക്കുഴമ്പും തൈരുമായിട്ടൊക്കെ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് അങ്ങനെ കഴിക്കുകയാണ്. ഇനി ചോറ് കഴിച്ചിട്ട് കുറച്ച് ടെസ്റ്റ് അതിന് അമ്പാടിയും ശിവനെയും വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സ്നാക്സ് വൈകുന്നേരം ഉണ്ടാകുന്നുണ്ട്. അത് അമ്മായിയും സുജയും മലീൻ്റെ വൈഫ് കൂടെ ഉണ്ട്, അവരെല്ലാവരും ചേർന്ന് ഉണ്ടാകുന്നത്. അത് വൈകുന്നേരമാണ് ചെയ്യുന്നുണ്ട്. സ്നാക്സ് വൈകുന്നേരമല്ലേ കഴിക്കുന്നത്. അതിൽ കുറച്ച് സമയം എടുക്കും ഈ ഒരു പത്രാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഊണൊക്കെ കഴിച്ച് ഒരു ഉറക്കവും ഉറങ്ങിയിട്ട് അമ്പാടി പിടിക്കാൻ പോയി. അമ്പാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചേമ്പല പലഹാരത്തിൻ്റെ കൂട്ടുകൾ റെഡിയാക്കുകയാണ് കേട്ടോ. എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാ അമ്പാടി ഇതാ വന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ ചേമ്പല റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചേമ്പല കഴുകി. ഇതാ നല്ല വൃത്തിയാവണം. അതിൽ ചെളിയും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കീടാണുക്കളെല്ലാം പോകണം. കുറച്ച് മഞ്ഞവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് നമ്മളിതാ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്തിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണേ. ഈ നല്ല സ്ലൈസായിട്ട് ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ ചേമ്പല മൊത്തം ഇട്ടിട്ട് അതിലിങ്ങനെ അതിൻ്റെ കൂട്ടൊക്കെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണും. നമ്മളൊരു 2-3 ഇല എടുത്തിട്ടുള്ളൂ. അരിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു ചേമ്പല പലഹാരം എന്നും പറയാം കേട്ടോ. അതിൻ്റെ ചെറിയ കൂട്ടുകൾ ഇവിടെ മാമി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കൂട്ട്. ഇന്നും മല്ലിയും മുളകും കൂടെ വറുത്തെടുത്തിട്ട് വേണം നമുക്ക് കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഉഴുന്ന് മുളകും എല്ലാം കൂടെ വറുത്തതിന് ശേഷം കുറച്ച് പുളി ഇടുകയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ വീട്ടിൽ ഇതേപോലെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് കേട്ടോ. കുറച്ച് പുളി നമ്മൾ ആ ഒരു വറുത്തെടുത്തേക്കുന്ന ഉഴുന്നിലൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൂട്ട് റെഡിയാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പല കേട്ടോ. കഴുകിയപ്പോൾ നല്ല വൃത്തിയായി കേട്ടോ. അപ്പം പുളിയും ഉഴുന്നും മുളകും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം. നല്ല വറുക്കണം. വറുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ട്. സുജയാണ് നിൽക്കുന്നത്, അതാളിയൻ്റെ വൈഫ്. അപ്പം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ താമസിക്കുന്നത്. ഒരു കൂട്ടുകുടുംബം പോലെയാണ് താമസിക്കുന്നത്. ചിലപ്പോൾ അടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവർ അമ്മയും മക്കളങ്ങ് തീർത്തോളും. ഒരു രസമാണ് കേട്ടോ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 കടാക്കടിയന്മാരും കൂടെ ഉണ്ട്. അമ്മ ഉറക്കത്തിലാണ്. പിന്നെ ശിവാനി ട്യൂഷന് പോവുകയാണ്. അമ്പാടി നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പിന്നെ ഒന്ന് കളിച്ചാലും കുറച്ച് വണ്ടികൾ മതി കേട്ടോ. അവിടെ നിന്ന് കളിച്ചോളും. ഗേറ്റ് അടച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എവിടെ പോകണം അമ്പാടി? എവിടെ പോകണമെന്ന്? അവൻ വേറെ എന്തോ എടുക്കാൻ പോവുകയാണ്. അവനൊരു 500 വണ്ടിയുണ്ട് കേട്ടോ. അപ്പം വണ്ടിയിലാണ് അവൻ്റെ കൂടുതലായിട്ട് ക്രൈസായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പാടിയുടെ കാറിൻ്റെ കളക്ഷൻസ്.
ഒന്നിനും ടയറില്ല. അവൻ ടയർ വിരോധിയാണ്, ടയറെല്ലാം പൊട്ടിച്ചളയും. അവൻ ടയറില്ലാത്ത വണ്ടികളാണ് അമ്പാടിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ഒന്നും ടയറില്ല, ബാക്കിയെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് കാറുകൾ അവൻ്റെ ആ ഒരു ഗ്യാരേജിലുണ്ട്. ഈ ഒരുമിച്ച് താമസിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. പണ്ടെൻ്റെ കൊച്ചു കാലത്ത് ഞാൻ മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ടൊന്നും അങ്ങനെ താമസിച്ചിട്ടില്ല. പിന്നെ ഒരു സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയല്ല, ഞാൻ ഡ്രൈവറാണ്. അപ്പം യാത്രയൊക്കെ, അതായത് ലോങ് യാത്രയൊക്കെ പോയിട്ട് വരാൻ നമുക്കൊരു സമാധാനമുണ്ട്, വീട്ടിൽ ആളുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം കൂടെ ഉണ്ട്. അതാണ് ഒരുമിച്ച് താമസിച്ചാലുള്ള ഒരു ഗുണം. പിന്നെ പിള്ളേരെല്ലാം ഒരുമിച്ച് കളിച്ച് ചിലപ്പം ചെറിയ അടിയും പിടിയൊക്കെ കാണും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ വൈഫും അമ്മയായിട്ടൊക്കെ ചെറിയ ഓടൊക്കെ കാണാം, അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അങ്ങനെ നല്ല രീതിയിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം വീട്ടിൻ്റെ താഴെ, എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചേമ്പല പലഹാരത്തിൻ്റെ കൂട്ടായിട്ടുള്ള പുളി, ഉഴുന്ന്, മുളക് എല്ലാം കൂടെ വറുത്തിട്ട് തണുപ്പിക്കാൻ വെച്ചേക്കണം. എന്നിട്ട് കൊണ്ട് നമുക്കത് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ, ആദ്യം സ്കൂളിൽ പോയിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം ഏകദേശം റെഡി ഉണ്ട്. ഇത് അരിമാവാണ് കേട്ടോ, ചാക്കരിയും പച്ചരിയൊക്കെ ചേർത്ത് പൊടിച്ചിട്ടുള്ള അരിമാവ്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചേമ്പല, പിന്നെ ഈ ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ടാവും ബാക്കി ജോലികൾ. എടേ പിള്ളേരൊക്കെ എവിടെ? ഇതാ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ട്. ഇതാ എല്ലാവരും ഇവിടെ വിളി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇവിടുത്തെ 3 കുട്ടി കുറുമ്പുകൾ. അമ്പാടി തലയും കുത്തനോടെ വീണ് എണീറ്റ് പോവുകയാണ്. ആ അഭിച്ച ടാറ്റ കൊടു, അഭിച്ച ടാറ്റ കൊടു, ടാറ്റ ഉണ്ട്. ഇത് അനിയനും ചേട്ടനും വരാണ് കേട്ടോ. ഇത് അളിയൻ്റെ 2 മക്കളാണ്. ഇതാ അമ്പാടി പഴമൊന്നും ചാടയാണ്. ഇവർ 3 പേരാണ് ഇവിടുത്തെ ആൾക്കാർ, വില്ലന്മാരാണ് കേട്ടോ. ചെറിയ ചെറിയ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് തീർത്തൊക്കെ അങ്ങ് പോകും. നല്ല രസമാണ് കേട്ടോ. ഒരു ബഹളമാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. സ്കൂളിൽ പോകുമ്പോഴാണ് ഇവിടെയുള്ള വീട്ടുകാർക്ക് റെസ്റ്റ് ഉള്ളത്. ഇനി ശിവാനിയുടെ വരാനുണ്ട്. ശിവാനിയാണ് ഇതിൻ്റെ ഇടയിൽ അടി ഉണ്ടാക്കുന്ന മെയിൻ ആൾ. ശിവാനി ട്യൂഷൻ പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ കൂട്ട് മിക്സിയിലിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. വറ്റൽ മുളക്, ഉഴുന്ന്, പുളി എല്ലാം കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതതിൻ്റെ ഒരു മെയിൻ കൂട്ടാണ്. ഇനി കുറച്ച് ഉപ്പിടും, ആവശ്യത്തിന് ഉപ്പിടും. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം ആ ഒരു മിക്സിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ ഇലയിടാണ് കേട്ടോ. നല്ലപോലെ ഇട്ട് ഇനി മിക്സ് ചെയ്യണം. വെള്ളമൊക്കെ ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മതിയോ? അത് നല്ലൊരു ക്വാണ്ടിറ്റിയാണ്, നമ്മൾ കാണുമ്പം കുറച്ചേ ഉള്ളൂന്നുള്ളൂ. ഇനി വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് ഇതിന് കംപ്ലീറ്റ് നല്ലതുപോലെ കുഴച്ച മാവ് നമ്മളതിൽ വറുത്ത് പൊടിച്ചിട്ടിട്ടുള്ള ആ ഒരു കൂട്ടം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഇല ഇതിൽ നല്ലപോലെ കുഴഞ്ഞ് വരണം, എങ്കിലേ നമുക്ക് ആ ഒരു പത്രവട, അതായത് ചേമ്പല പലഹാരത്തിൻ്റെ ഒരു കൂട്ടാവത്തുള്ളൂ. അപ്പം കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ചെറിയൊരു എരിവും കൂടെ വേണം. പിന്നെ മധുരമുണ്ട്, കൂടുതലും മധുരമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്താണതിൽ മധുരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ അതിൻ്റെ കൂട്ട് ഇടുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. വേണ്ട, കുഴച്ചെടുക്കുമ്പോൾ അത് ഏകദേശം ഇതേപോലെ ആവും. മുളക് പൊടി ചെറിയൊരു കളറിനാണ് കേട്ടോ, അങ്ങനെ എരിവിന് വേണ്ടിയിട്ടല്ല ഇട്ടത്. അപ്പോൾ നമ്മളെ ചായ റെഡി. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ പ്രിപ്പറേഷൻ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഏകദേശം അത് മിക്സായിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടി വേണം വയ്ക്കാൻ. ആ ഉരുട്ടാൻ പാകത്തിനാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാമിക്ക് ചായയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കുകയില്ലേ? എന്താ പക്ഷെ ഇതിങ്ങനെ വലുതായിട്ട് ഉരുട്ടി വെച്ചാലും ഇത് പാകം ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ച് വേറൊരു രീതിയിൽ വരും കേട്ടോ, നമുക്ക് കാണാം. ഏകദേശമായിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ആണ് നമ്മൾ സ്നാക്സ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ചായയുടെ കൂടെ അത് കഴിക്കാൻ പറ്റില്ല, അത് വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുക, അപ്പോഴത്തേക്ക് റെഡി ആവില്ല. ഇനി കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇനി അമ്പാടിയുടെ ചെറിയൊരു പാട്ട് കേൾക്കാം കേട്ടോ. അമ്പാടിയോ പാട്ട് പാട്, അമ്പാടി പാട്. ഇതേത് പാട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായ? തുടരൂല്ല പാട്ടാണ്, മോഹൻലാലിൻ്റെ മറ്റേ ചെമ്പഴിക്ക അങ്ങനത്തെ ആ ഒരു പാട്ടാണ് കേട്ടോ അവൻ പാടിയത്. അവൻ്റെ ഒരു സ്റ്റൈലാണ് പാടിയത്, വേറെ തെറ്റിദ്ധരിക്കണ്ട. അതാണ് അവൻ്റെ പാട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക് ടൈമാണ്. ആദ്യം അമ്പാടി എല്ലാം ചായ കുടിക്കുകയാണ്. അബി എന്താ ചായ കുടിക്കുകയാണ്. അബി ഒറ്റയ്ക്ക് ചായ കുടിച്ചോളും. അത് ഈ ചായ അമ്പാടി ചായ ചൂടുണ്ടോ? ഇല്ലേ?
ആ ഓരോ ബ്രേക്ക് ടൈം ആയി കേട്ടോ. സ്കൂള് വിട്ട് നിന്ന് കഴിഞ്ഞാൽ കളിയും ബഹളവും, പിന്നെ ചായ കൂടി, പിന്നെയും കളി, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അടി ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ നമ്മുടെ ചേമ്പല പലഹാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടാണ് ഈ ഒരു ആകൃതിയിൽ, അതിൽ കയ്യിലിട്ട് നല്ലവണ്ണം ഉരുട്ടിയിട്ടാണ് റെഡിയാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാചകം ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു കൂട്ട്. അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇഡ്ഡലി കുട്ടും വെച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചേമ്പല പലഹാരത്തിൻ്റെ ആ ഉരുട്ടിയ ആ ഒരു കൂട്ട് അതിൻ്റെ അകത്ത് വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത ഒരു പ്രോസസ്സിങ് കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ട്. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ഇരുന്ന് വേവണം. വെന്തതിന് ശേഷം ബാക്കി. അപ്പോൾ നമ്മുടെ ചേമ്പല പലഹാരം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നേരം വെച്ച കേട്ടോ. വേണ്ട, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. നമ്മൾ തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടി 1-2 എണ്ണം മാറ്റി എടുത്തിട്ട് അത് ചെയ്തു തരാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നല്ലോണം പൊടിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് പൊടിച്ചിട്ട് കുറച്ചും കൂടെ പരിപാടിയുണ്ട്, കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസിൽ ചേർക്കാനുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചേമ്പല പലഹാരം റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഒരു ഭാഗമായിട്ടാണ്. കടുക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ചേമ്പല പലഹാരത്തിൻ്റെ ഒരു കൂട്ട് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. വറ്റൽമുളക് ഇട്ട് കടുക് നല്ലവണ്ണം നേരത്തെ പൊട്ടിയായിരുന്നു. ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചേമ്പല പലഹാരത്തിൻ്റെ കൂട്ടിടാണ്. വേണ്ട, ഇനി ഇത് കുറച്ച് പരിപാടി കൂടിയുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇതിലോട്ട് ഇങ്ങനെ നല്ലവണ്ണം പൊടിച്ചെടുക്കണം. ഇനി അടുത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കര. മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മധുരവും എരിവുമായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം ശർക്കര നമ്മൾ ആ മധുരത്തിനനുസരിച്ച് ഇതിലോട്ട് ഇതേപോലെ സ്ലൈസായിട്ട് ചെത്തിയിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം എത്ര വേണോ അത്രയും ഇതിലോട്ട് ശർക്കര ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറൈറ്റി സ്നാക്സ് അല്ലേ. അവസാനം കുറച്ച് തേങ്ങയും കൂടി ഇടണം. തേങ്ങയുടെ വില അനുസരിച്ച് വളരെ കുറച്ചാണ് തേങ്ങ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. തേങ്ങയുടെ വില അറിയില്ല, 1 കിലോ 86 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് കയ്യിൽ തന്നാണ്. ലേശം ഒന്ന് രുചി നോക്കട്ടെ. രുചി നോക്കാം. മധുരം ലേശം കുറവുണ്ട് കേട്ടോ. പക്ഷേ മധുരം കുറച്ച് കുറവുണ്ടേ. കുറച്ച് മധുരം കുറവുണ്ട്. മധുരം കുറവാണ്. കുറച്ചും കൂടെ ശർക്കരയുടെയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ശർക്കരയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആവശ്യമുള്ള മധുരമായി കാണും. നമ്മുടെ ചേമ്പല പലഹാരം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റണേ. പ്ലേറ്റിൽ മാറ്റിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചേമ്പല പലഹാരം. ഒരു വെറൈറ്റി സ്നാക്സാണ്. ചേമ്പല പലഹാരം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. അപ്പോൾ അഡീഷണൽ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മധുരം കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി മധുരമുണ്ട്. ബാബാ എല്ലാവരും വല്ലോ. കൊള്ളാമോ? ആദ്യം കൊള്ളാമോ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് എരിവുണ്ട്, കുറച്ച് മധുരമുണ്ട്. എന്തായാലും കൊള്ളാം. വെറുതെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇത് നമ്മളെ എന്താ പറയുക, ഈ മംഗലാപുരം ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഉണ്ടാക്കി എല്ലാവരും ഇവിടെ ഒന്ന് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മി? കൊള്ളാം. എങ്ങനെയുണ്ടേ? എങ്ങനെയുണ്ട് സുജ? കൊള്ളാം അല്ലേ? അപ്പോൾ ഇവരൊക്കെയാണ് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ. എന്തായാലും ഒരു അടിപൊളി സ്നാക്സ് ആയിരുന്നു. അങ്ങനെ ശിവാനി സ്കൂളിൽ നിന്ന് വന്ന്, അപ്പോൾ ശിവാനിക്ക് നമ്മൾ ആ ഒരു പത്രം അവിടെ കൊടുക്കുകയാണ് കഴിക്കാൻ.
എങ്ങനെയുണ്ട് ശിവാനി? കഴിച്ചിട്ട് പറ. കുഴപ്പമില്ല. നിനക്കങ്ങനെ അധികം ഇഷ്ടമല്ലേ? മധുരം ഉണ്ടോ? കുഴപ്പമില്ലല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പത്രോട അല്ലെങ്കിൽ ചേമ്പല പലഹാരം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും